ലോകത്തെ ഏറ്റവും സൂപ്പർ പവറെന്ന് അവകാശപ്പെട്ടിരുന്ന ഇസ്രായേലിന് രാഷ്ട്രം നിയമവിരുദ്ധമായി രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ഏറ്റവും കനത്ത അപമാനവും തിരിച്ചടിയുമായിരുന്നു 2023 ഒക്ടോബർ 7 ഹമാസിൽ നിന്ന് നേരിട്ടത്. കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ മാത്രം വലിപ്പമുള്ള ഏത് സ്ഥലവും നിരീക്ഷണത്തിലുള്ള ആഴത്തിൽ മൊസാദിൻ്റെ ചാരവലയമുള്ള ഗസ മുനമ്പിലിരുന്ന് വർഷങ്ങൾ നീണ്ട ആസൂത്രണങ്ങൾക്കും നീണ്ട ഗൃഹപാഠങ്ങൾക്കും ശേഷമായിരുന്നു തൂഫാൻ അൽ അക്സ അഥവാ അൽ അക്സ പ്രളയം എന്ന പേരിലുള്ള മിന്നലാക്രമണം ഹമാസ് നടത്തിയത്. ഇസ്രായേലിൽ യഹൂദരുടെ പുണ്യദിനമായ യോം കിപ്പൂർ നാളും വാരാന്ത്യ അവധിയും ആക്രമണത്തിന് തെരഞ്ഞെടുത്തത് കരുതിക്കൂട്ടിയാണെന്നും ആക്രമണം സംബന്ധിച്ച് വിശദീകരണത്തിൽ പിന്നീട് ഹമാസ് വൈസ് പ്രസിഡന്റ് സാലിഹ് അൽ അറൂരി പറഞ്ഞിരുന്നു. ഹ്രസ്വപരിധിയുള്ള ചെറു റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു മുൻ വർഷങ്ങളിൽ ഹമാസ് ആക്രമണങ്ങൾ നടത്തിയതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് തൂഫാൻ അൽ അക്സ നടപ്പിലാക്കിയത്. വായുവിലൂടെയുള്ള ആക്രമണത്തിനൊപ്പം കരയിലൂടെയും കടലിലൂടെയും ഒരേ സമയം ലക്ഷ്യം വെച്ചപ്പോൾ ലോകത്തെ വൻ ശക്തിയായ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ അത്രയും ഒരു വേള സ്തംഭിച്ചെന്നും ഹമാസ് നേതാവ് പറഞ്ഞു. ഇസ്രായേലിൻ്റെ ഗ്ലാമർ മെർക്കാവ 4 ടാങ്കുകളെ ഡ്രോണുകൾ ഉപയോഗിച്ച് നേരിട്ടു. കുറെ കൂടി ദൂരപരിധിയുള്ള റോക്കറ്റുകൾ ഉപയോഗിച്ചു. കരമാർഗമുള്ള ആക്രമണങ്ങൾക്കായി മാസങ്ങളുടെ ശ്രമഫലമായി അണ്ടർഗ്രൗണ്ട് ടണലുകൾ ഒരുക്കി. ചെക്ക് പോയിന്റ് ആക്രമിക്കാനും കനത്ത നാശനഷ്ടം വരുത്താനും ഇസ്രായേലിനുള്ളിൽ കയറാനും ഈ ടണലുകളാണ് പോരാളികൾ ഉപയോഗിച്ചത്. പരമാവധി സൈനികർ ഉൾപ്പെടെയുള്ളവരെ ബന്ദികളാക്കാനുള്ള തീരുമാനവും വിജയിച്ചു. പൊതുവെ ഹമാസ് പോരാളികൾ കടന്നു ചെന്നിട്ടില്ലാത്ത ജെറുസലേം, റാമല്ല പോലുള്ള നഗരങ്ങളിലും തങ്ങളുടെ ഭടന്മാരെ എത്തിക്കാനായത് ആസൂത്രണ മികവായാണ് കരുതുന്നത്. ആക്രമണത്തിനിടെ സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും കൊല്ലരുതെന്നും സാധാരണ ജനങ്ങളുടെ ജീവിതം പ്രയാസത്തിലാക്കരുതെന്നും അംഗങ്ങൾക്ക് ഹമാസ് നിർദ്ദേശം നൽകിയിരുന്നു. യുദ്ധസമയത്ത് കൃത്യമായ ഇസ്ലാമിക ശാസനകൾ പിന്തുടരണമെന്ന് പോരാളികൾക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നതായും സാലിഹ് വെളിപ്പെടുത്തിയിരുന്നു. ആക്രമണത്തിനൊപ്പം നിരീക്ഷണ ടവറുകൾ, പ്രക്ഷേപണങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ തകർക്കാനും ശ്രമിച്ചു. 3500 റോക്കറ്റുകളും ഷെല്ലുകളും അടങ്ങുന്ന ഫയർ സപ്പോർട്ട് പദ്ധതി തയ്യാറാക്കി. 3000 പോരാളികളെയും യുദ്ധത്തിനും 1500 പേരെ റിസർവ് സേനയായും ഉപയോഗിച്ചു. മിന്നലാക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഗസയിൽ അധിനിവേശം തുടങ്ങി. ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഏറ്റവും അധികം നീണ്ടുനിന്ന കൂട്ടക്കൊലകളിലൊന്നിന് സയനിസ്റ്റ് സൈന്യം തുടക്കമിട്ടത്. പിന്നീട് ഗസയാകെ ഇളക്കിമറിച്ചെങ്കിലും ഹമാസ് കേന്ദ്രങ്ങൾ കണ്ടെത്താനോ നശിപ്പിക്കാനോ ആയില്ല. ആശുപത്രികൾ, പള്ളികൾ, ചർച്ചുകൾ, UN ഓഫീസുകൾ, അഭയാർത്ഥി കേന്ദ്രങ്ങൾ, സ്കൂളുകൾ എന്നിവയിങ്ങനെയെല്ലാം ഇസ്രായേൽ തകർത്തെങ്കിലും ഹമാസ് കേന്ദ്രങ്ങളെയോ ബന്ദികളെയോ കണ്ടെത്താനായില്ല. ഹമാസ് നേതാക്കളെ വകവരുത്തി ബന്ദികളെ ബലപ്രയോഗത്തിലൂടെ മോചിപ്പിക്കാമെന്നായിരുന്നു ഇസ്രായേൽ കരുതിയിരുന്നത്. എന്നാൽ അതിനായി 15 മാസം തുടർച്ചയായ ആക്രമണവും റെയ്ഡും നടത്തിയെങ്കിലും ശ്രമം വിജയിച്ചതേയില്ല. ഇതിനിടെ ഉന്നത ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്തിയെങ്കിലും ഇടയ്ക്കിടെ ഹമാസിൽ നിന്ന് തിരിച്ചടി നേരിട്ടു. ബന്ദിമോചനം വൈകുന്നതിനനുസരിച്ച് ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം സ്വന്തം രാജ്യത്ത് കടുത്ത സമ്മർദ്ദത്തിലുമായി. കഴിഞ്ഞ 4-5 ദിവസത്തിനുള്ളിൽ പോലും 10 അധിനിവേശ സൈനികരെ ഹമാസ് കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതിനൊടുവിലാണ് ഇസ്രായേലിന് കരാർ അംഗീകരിക്കേണ്ടി വരുന്നത്. സ്വന്തം താവളങ്ങൾ സംരക്ഷിക്കാനും ഇസ്രായേൽ ചാരവലയത്തിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള തീരുമാനത്തിൽ ഹമാസ് വിജയിച്ചത് മൊസാദിനെ കുറിച്ചുള്ള നീണ്ട പഠനത്തിനൊടുവിലാണ്. ഒക്ടോബർ 7 ആക്രമണത്തിന് മുമ്പ് ഇസ്രായേലിൻ്റെ മുഴുവൻ ഭൂമിശാസ്ത്ര പരിസ്ഥിതി മേഖലയും നിരീക്ഷണത്തിനൊപ്പം ആവശ്യമായ സാങ്കേതിക പഠനങ്ങളും ഇവർ നടത്തി. അവരുടെ ശക്തിയും ദൗർബല്യവും വിഭവങ്ങളും കൃത്യമായി പഠിച്ചു. ഇസ്രായേൽ രഹസ്യാന്വേഷണ സംവിധാനത്തെയും ഹമാസ് പഠിച്ചു. മൊസാദിൻ്റെ വിവരശേഖരണത്തിനുള്ള ഉറവിടം അറിയാൻ ശ്രമിച്ച് അത്തരം ഉറവിടങ്ങൾ കണ്ടെത്തി വിവരങ്ങളെത്തുന്നത് തടഞ്ഞതാണ് ആസൂത്രണം വിജയിപ്പിച്ചത്. വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനുള്ള ജാഗ്രത അവസാന നിമിഷം വരെ തുടർന്നുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. 15 മാസം നീണ്ടുനിന്ന ഇസ്രായേൽ ആക്രമണത്തിനിടെ 500,000-നടുത്ത് ആളുകളാണ് കൊല്ലപ്പെട്ടത്. 100,000-ലേറെ പേർക്ക് പരിക്കേറ്റു. ഏതാണ്ട് ഗസയിലെ ജനവാസ കേന്ദ്രങ്ങളെല്ലാം തകർത്തു. അടിസ്ഥാന സൗകര്യം ആകെ താറുമാറായി. ഇതിനിടെ ആയിരങ്ങളാണ് അധിനിവേശ സൈന്യം പിടിച്ചുകൊണ്ടുപോയത്. തടവുകാരെയെല്ലാം മോചിപ്പിക്കാൻ കരാറിൻ്റെ ഭാഗമായി ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ 10-20 വർഷമായി ഇസ്രായേൽ ഇരുട്ടറകളിൽ കഴിയുന്നവരും ഉൾപ്പെടും. ഗസയിൽ പുനർനിർമ്മാണവും കരാറിൻ്റെ ഭാഗമാണ്. കൂടാതെ അധിനിവേശ ഭൂമിയിലെ ചില ഭാഗങ്ങളിൽ നിന്ന് പിന്മാറാനും ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം റഫ അതിർത്തി തുറക്കുകയും ചെയ്യും. 2023 ഒക്ടോബർ മുതൽ തുടങ്ങിയ ആക്രമണത്തിനിടെ സ്ത്രീകളും കുട്ടികളും വയോധികരും അടക്കമുള്ളവരെ
കൊലപ്പെടുത്തുകയല്ലാതെ ലക്ഷ്യം നേടാനാവാതെ ഇപ്പോൾ ഇസ്രായേൽ കരാർ അംഗീകരിച്ചതെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു.